എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ നമ്മുടെ ഹീറോ ഹോണ്ടയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോട്ടോർ സൈക്കിളായ എക്സ്ട്രീം 125 ആറാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. 125 സെഗ്മെൻറ്റിൽ തന്നെ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണിത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഹീറോ മോട്ടോർ സൈക്കിൾ നമുക്ക് ഈ വാഹനത്തിൽ ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ നമ്മുടെ SP 125 അല്ലെങ്കിൽ TVSൻ്റെ റൈഡർ 125 ആ ഒരു റേഞ്ചിൽ വരുന്നുള്ളെങ്കിലും പക്ഷേ അതിനേക്കാൾ വെട്ടുന്ന ഒത്തിരി ഫീച്ചർ കമ്പനി ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂസും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മുടെ കൂടെ കൂടുക. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. നമുക്കിപ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ തൊട്ട് മേളിലായിട്ട് ചെറിയ മീറ്റർ വരുന്നുണ്ട്. എയറോഡൈനാമിക് ആയിട്ടുള്ളൊരു അടിപൊളി മിറേഴ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കണ്ടോ, ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഫ്രണ്ട് ഭാഗത്ത് ആദ്യം നമ്മൾ നെറ്റിയിലായിട്ട് കാണുന്നത് വാഹനത്തിൻ്റെ മീറ്ററാണ്. അതിൻ്റെ താഴെയായിട്ട് വരുന്ന നമ്പർ പ്ലേറ്റ്, അതിന് താഴെയായിട്ടാണ് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് വരുന്നത്. കീ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ഓൺ ആവും. വൈറ്റ് കളറുള്ള LED ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നടുവിലായിട്ട് ഹീറോൻ്റെ ബാഡ്ജിങ് വരും. ഇനി നമുക്ക് ഹെഡ്ലൈറ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഹെഡ്ലൈറ്റ് ഓൺ ആവത്തുള്ളൂ. ഇതാണ് വാഹനത്തിൻ്റെ ഡിമ്മിൽ വരുന്ന ഹെഡ്ലൈറ്റ്. ഇത് ബ്രൈറ്റിൽ വരുന്ന ഹെഡ്ലൈറ്റ്. അതായത് 4 ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്പ്ലിറ്റ് ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഓരോ ബൾബുകൾക്കും കൂടുതൽ ലൈഫ് കിട്ടുകയും അതുപോലെ തന്നെ നല്ലപോലെ പ്രകാശം കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ തന്നെയാണ്. ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് തന്നെ 37 മില്ലിമീറ്റർ ഡയമീറ്ററുള്ള ടെലസ്കോപ്പിക് സസ്പെൻഷൻ ഫസ്റ്റ് ടൈം നമുക്ക് ഈ എക്സ്ട്രീം 125 ആറിലാണ് കിട്ടുന്നത്. ഇത് 37 mm ഉള്ള വീതിയുള്ളതായതുകൊണ്ട് നമുക്ക് ഹാൻഡിലിങ്ങിനെയും സ്റ്റെബിലിറ്റി അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. വണ്ടി സൂപ്പറായിട്ട് ഓടിച്ചു നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് എടുത്ത് പറയാൻ മറ്റൊരു കാര്യം വെച്ചാൽ വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചറാണ്. ഫ്രണ്ട് നമുക്ക് ABS ബ്രേക്കിംഗ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് 279 മില്ലിമീറ്റർ ഡയമീറ്ററുള്ള ഡിസ്ക് ബ്രേക്സ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഡ്യുവൽ പിസ്റ്റൺ ആയിട്ടുള്ള കാലിപ്പറാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ബാക്ക് അലോയ് വീൽസ് വരുന്നുണ്ട്. 17 ഇഞ്ചാണ് അലോയ് വീലിൻ്റെ സൈസ് വരുന്നത്. 90-17 ട്യൂബ്ലെസ് ടയേഴ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചത്, ഇതിൻ്റെ ഈ ഫ്രണ്ട് മഡ് ഗാർഡ് പുതിയൊരു ഡിസൈനാണ്. മറ്റൊരു മോട്ടോർ സൈക്കിളിലും ഹീറോൻ്റെ ഒരു മോട്ടോർ സൈക്കിളും വരുന്നില്ല. അപ്പോൾ എക്സ്ട്രീംലി പുതിയൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ ഈ അലോയ് വീലും 17 ഇഞ്ചിലുള്ള ഒരു പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ ഗ്ലാമറിൻ്റെയോ അല്ലെങ്കിൽ സൂപ്പർ സ്പ്ലെൻഡറിൻ്റെയോ അലോയ് വീൽ എടുത്തിട്ടായിരുന്നു. പക്ഷേ അവർ ചെയ്തിട്ടില്ല. നമ്മുടെ ഈ വാഹനത്തിന് വേണ്ടിയിട്ട് പുതിയൊരു ഡിസൈനായിട്ടുള്ളൊരു അലോയ് വീൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 180 മില്ലിമീറ്ററാണ്. ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനമാണ് നമ്മുടെ എക്സ്ട്രീം 125 ആറ്. ടോട്ടൽ വീൽ ബേസ് വരുന്ന 1319 മില്ലിമീറ്ററാണ്. ആകെ വെയിറ്റ് വരുന്ന 136 കിലോഗ്രാം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ വളരെയധികം അട്രാക്റ്റീവാണ്. വാഹനത്തിൻ്റെ അവർ യൂസ് ചെയ്തിരിക്കുന്നത് ട്രിപ്പിൾ ടോൺ ഡിസൈനാണ്. നിങ്ങൾ കണ്ടാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ കാണാം 3 കളറാണ് മിക്സ് ചെയ്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു പുതിയൊരു ഡിസൈൻ ആയതുകൊണ്ട് വളരെയധികം അട്രാക്റ്റീവാണ്. വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്കാണ് നമ്മൾ എവിടെ നോക്കുമ്പോൾ എടുത്ത് കാണുന്നത്. ടാങ്കിന് ഒരു അഡീഷണൽ ഒരു സ്പോർട്ടി ആയിട്ടുള്ള എയറോഡൈനാമിക് ആയിട്ടുള്ള അടിപൊളി കവള് കൊടുത്തിട്ടുണ്ട്. അതിൽ 125 ആറിൻ്റെ ബാഡ്ജിങ്ങും ഉണ്ട്. പിന്നെ അത് കൂടാതെ 3Dയിൽ നമുക്ക് എക്സ്ട്രീമിൻ്റെ ബാഡ്ജിങ് ലഭിക്കുന്നുണ്ട്. ഫ്യൂൽ ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി വരുന്നത് 10 ലിറ്ററാണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഫ്യൂൽ ടാങ്കാണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ താഴെയായിട്ടൊരു ചെറിയൊരു പീസ് വരുന്നുണ്ട്. ഈ ഫ്യൂൽ ടാങ്കിൻ്റെ കൗളിൽ താഴെയായിട്ടൊരു പീസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിന് പോലെ ലിക്വിഡ് കൂൾഡിനുള്ള സെറ്റപ്പ് എന്തെങ്കിലും ആണെന്ന്. പക്ഷേ അതല്ല, അത് ആ കൗളിൻ്റെ ഫിറ്റിങ്ങും പിന്നെ അത് ഹെഡുമാണ് കാണുന്നത്. വണ്ടി എയർ കൂൾഡ് എഞ്ചിനാണ്, ലിക്വിഡ് കൂൾഡ് പരിപാടി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നല്ല സ്പോർട്ടി ആയിട്ടുള്ള ചെറിയൊരു ക്രാഷ് ഗാർഡും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല സ്പോർട്ടി ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ആകെ സീറ്റിൻ്റെ ഹൈറ്റ് വരുന്ന താഴെ നിന്നുള്ള ഹൈറ്റ് 794 മില്ലിമീറ്ററാണ്. അതുകൊണ്ട് അത്യാവശ്യം പൊക്കം കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ പോലും സുഖമായിട്ട് വണ്ടി കയറിയിരിക്കാനും വണ്ടി തിരിച്ച് വണ്ടി ഇറക്കി വെക്കാനും പറ്റുന്നതാണ്. ഒരുപാട് ഹാർഡും അല്ല, എന്നാൽ അത്ര സോഫ്റ്റ് അല്ലാത്തൊരു നല്ലൊരു മീഡിയം ഒരു രീതിയിലുള്ള കുഷനിങ് ആണ് നമുക്ക് കിട്ടുന്നത്. നല്ല സ്പോർട്ടി ആയിട്ടുള്ള ബോഡി കളറായിട്ടുള്ള ഗ്രാബ് റീൽസ് നമുക്ക് ബാക്ക് സൈഡിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. സ്വിച്ചസ് എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റിയാണ്. പുതിയ സ്വിച്ചസ് ആണ് എല്ലാം തന്നെ. മറ്റു വണ്ടികളിൽ യൂസ് ചെയ്യുന്ന സ്വിച്ചസ് അല്ല. നമുക്ക് ഇടത്തെ സൈഡിൽ അറിയാമല്ലോ, ഡിമ്മ് ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ ഹോൺ വരുമ്പോൾ അഡീഷണൽ ആയിട്ട് ഹസാർഡിൻ്റെ ബട്ടൺ കൂടെ ഉണ്ട്. വലത്തെ സൈഡിൽ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പും പിന്നെ അത് കൂടാതെ സെൽഫിൻ്റെ ബട്ടൺ കൂടി സിംഗിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിപ്പ് ഓൺ ഹാൻഡിൽസ് ആണ്. ഹാൻഡിൽ നല്ല ഒരു മാറ്റ് ബ്ലാക്കുള്ള ഹാൻഡിലാണ് വരുന്നത്. നമ്മുടെ ഗ്ലാമറിലൊക്കെ അല്ലെങ്കിൽ എക്സ്പൾസിലൊക്കെ വരുന്ന ഷേപ്പിലുള്ള കീ ആണ് ഈ പ്രാവശ്യം നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഡീലർഷിപ്പ് കൈരളി മോട്ടോഴ്സാണ്. നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ജസ്റ്റ് അവരുടെ കീച്ചൻ ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ ഡിജിറ്റൽ മീറ്റർ ഒന്ന് ഓണാക്കി നോക്കാം. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഡിജിറ്റൽ മീറ്ററാണ് നമുക്ക് ലഭിക്കുന്നത്. ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മേളിൽ സ്പീഡോമീറ്റർ ലഭിക്കുന്നുണ്ട്. ആ വലിപ്പത്തിൽ 0 കാണുന്നത് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററാണ്.
ഇതാണ് സ്പീഡോമീറ്റർ വരെ. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഓഡോമീറ്റർ ലഭിക്കുന്നുണ്ട്. പിന്നെ ടൈം കാണിക്കുന്നുണ്ട്. 2 ട്രിപ്പ് മീറ്റർ അവൈലബിൾ ആണ്. ഇതെല്ലാം കൂടാതെ നമുക്ക് ആപ്ലിക്കേഷൻ, അതായത് ഹീറോൻ്റെ ആപ്ലിക്കേഷനായിട്ട് വണ്ടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോള്, SMS, മൊബൈലിൻ്റെ നെറ്റ്വർക്ക്, ബാറ്ററി ചാർജ്, ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആ സർവീസ് റിമൈൻഡറിൻ്റെ ഒരു ഇത് കത്തി നിൽക്കുന്നില്ലേ അതിൻ്റെ നേരെയായിട്ട് അവിടെ നമുക്ക് കാണിച്ച് തരുന്നതാണ്. പിന്നെ 2 ട്രിപ്പ് മീറ്റർ അവൈലബിൾ ആണ്. ട്രിപ്പ് A, ട്രിപ്പ് B വരും. അതിനായിട്ട് നമുക്ക് മോഡ് ബട്ടൺ പ്രസ് ചെയ്യണം. അത് കൂടാതെ റിയൽ ടൈം മൈലേജും, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര മൈലേജ് കിട്ടുന്നതുകൂടി നമുക്ക് വണ്ടി കാണിച്ചു തരുന്നതാണ്. വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 124cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് 4 സ്ട്രോക്ക് എഞ്ചിനാണ്. സിംഗിൾ സ്പാർക്ക് പ്ലഗിലാണ് വണ്ടി വർക്ക് ചെയ്യുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന എഞ്ചിനാണ്. മാക്സിമം പവർ 11.4 bhp, മാക്സിമം ടോർക്ക് 10.5 Nm. നമുക്കൊരു 60-65 റേഞ്ച് മൈലേജ് സൂപ്പറായിട്ട് കിട്ടുന്നതാണ്. 0 to 60 കവർ ചെയ്യാനായിട്ട് വെറുതെ 5.9 സെക്കൻഡ് മാത്രം മതി. വാഹനത്തിന് സെൽഫ് സ്റ്റാർട്ട് അവൈലബിൾ ആണ്. കിക്ക് സ്റ്റാർട്ടും ഓൾറെഡി അവൈലബിൾ ആണ്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിന് സ്പ്രിൻറ്റ് EBT എന്നുള്ള ടെക്നോളജിയാണ് ഒരു എഞ്ചിന് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വാഹനത്തിൻ്റെ ക്യാം ഷാഫ്റ്റ്, ടൈമിംഗ് ചെയിൻ്റെ എല്ലാം ഡിസൈൻ അവർ മാറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒട്ടും വൈബ്രേഷൻ ഉണ്ടാവത്തില്ല. പക്ഷേ മാക്സിമം ടോർക്കും നമുക്ക് വണ്ടിയിൽ ലഭിക്കുന്നുണ്ട്. വാഹനത്തിന് ഫുട്രസ്റ്റ് എല്ലാം തന്നെ പ്രീമിയം അലൂമിനിയം ഫുട്രസ്റ്റാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. വാഹനത്തിന് ഓപ്പൺ ചെയിൻ കവറാണ് തരുന്നത്. അതുകൊണ്ട് ചെയിൻ വരുന്നത് 44 ടീത്ത് വരുന്ന ചെയിൻ സ്പോക്കറ്റാണ്. അതുകൂടാതെ ഓറിംഗ് ഉള്ള ചെയിനാണ് കമ്പനി തരുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല ക്വിക്കായിട്ടുള്ള ഒരു ടോർക്ക് കിട്ടാനും നല്ലപോലെ വണ്ടി ആസ്വദിച്ച് ഓടിക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പുതിയ രീതിയിലുള്ള ബോക്സ് ഷേപ്പിലുള്ള സ്വിംഗ് ആമാണ്. അത് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് എക്സ്ട്രീം 125 ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ റിയർ സൈഡ് പുതിയ രീതിയിലുള്ളൊരു ടയർ ഹഗറും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിയർ സൈഡ് ടെയിൽ ലാമ്പ് വരുന്നത് ഫുൾ LED ആണ്. ഹാലജൻ ബൾബിൻ്റെ പരിപാടിയൊന്നുമില്ല. റിയർ ഇൻഡിക്കേറ്റേഴ്സും വിംഗേഴ്സും എല്ലാം തന്നെ LED ലൈറ്റ്സ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതും നമ്മുടെ ഈ എക്സ്ട്രീം 125 മാത്രമേ ഉള്ളൂ. ബാക്കി ഇപ്പോൾ ഹോണ്ടയുടെ വണ്ടി ആയിക്കോട്ടെ, TVSൻ്റെ ആയിക്കോട്ടെ, ബജാജിൻ്റെ വണ്ടി ആയിക്കോട്ടെ, എല്ലാത്തിനും അവർ ഹാലജൻ ബൾബാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് LED ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡ് നമുക്ക് 130 mm ഡ്രം ബ്രേക്ക് വരുന്നുണ്ട്. വളരെയധികം വൈഡറായിട്ടുള്ള ഒരു ടയറാണ്. 120/80/17 ട്യൂബ്ലെസ് ടയേഴ്സാണ് നമുക്ക് ലഭിക്കുന്നത്. ബാക്കി എല്ലാ വണ്ടികളിലും 100 സീരീസിലുള്ള ടയറാണ് കേട്ടോ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ സൈലൻസർ അല്ലെങ്കിൽ മഫ്ലർ തന്നെയാണ്. വളരെ സ്പോർട്ടി ആയിട്ടുള്ള ലുക്കും അടിപൊളി സൗണ്ടും തരുന്ന ഒരു അടിപൊളി മഫ്ലറാണ് നമുക്ക് ലഭിക്കുന്നത്. റിയർ സൈഡും അലൂമിനിയം ഫുട്രസ്റ്റ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചർ ലോഡ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരു പ്രീമിയം മോട്ടോർ സൈക്കിൾ കാണുന്ന പോലെ അതുപോലെ തന്നെ ടച്ച് ആൻഡ് ഫീലാണ് എനിക്ക് ഈ വണ്ടി കണ്ടപ്പോൾ കിട്ടിയത്. എടുത്ത് പറയേണ്ട കാര്യം, ഞാൻ ഏകദേശം നമ്മുടെ ആലുവയിൽ വണ്ടി വന്നിരുന്നു. പക്ഷേ പറവൂർ വരാനായിട്ട് കുറച്ച് സമയം എടുത്തു. പക്ഷേ വണ്ടി വന്നു, പെട്ടെന്ന് തന്നെ ഡെലിവറി ആയിപ്പോയി. 4 വണ്ടി വന്നിട്ട് 3 വണ്ടി ഒറ്റയടിക്ക് ഡെലിവറി ആയിപ്പോയി. 4ാമത്തെ വണ്ടി എടുക്കാൻ വന്നപ്പോൾ അത് ബുക്കിംഗ് ആയി. പക്ഷേ അവസാനം എന്നിട്ട് ആദ്യം പോയ വണ്ടി സർവീസിന് വന്നപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയത്. കാരണം അത്ര ഡിമാൻഡുള്ള വണ്ടിയാണ്. ഈ ഒരു 125cc സെഗ്മെൻറ്റിൽ ഇത്രയധികം മാർക്കറ്റ് ഉള്ളതും അതുപോലെ തന്നെ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന വാഹനം വേറെ ഒന്നുമില്ല. നല്ലൊരു ചോയ്സാണ്. ഇത്രയും ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വണ്ടിയും വേറെ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ നമുക്കിനി വാഹനം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എഞ്ചിൻ്റെ നോയ്സ് കൂടെ കേൾക്കാം. എഞ്ചിൻ്റെ നോയ്സും അതുപോലെ തന്നെ എക്സോസ്റ്റിൻ്റെ നോട്ട് കൂടി കേട്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഇതാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവസ്ഥ. കിക്കും ഓൾറെഡി അവൈലബിൾ ആണ്. കിക്ക് സ്റ്റാർട്ട് ഒറ്റ കിക്ക് ചെയ്ത് തന്നെ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. നമുക്ക് വണ്ടി കിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ സൗണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കൂ. അപ്പോൾ നമുക്ക് എക്സോസ്റ്റിൻ്റെ നോട്ട് കൂടെ കേൾക്കാം. വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു പുതിയ മഫ്ലറാണ്. ഇത് വേറെ വാഹനങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഹീറോയിലായിക്കോട്ടെ ഒരു ബ്രാൻഡിലും ഈ മഫ്ലർ അല്ലെങ്കിൽ സൈലൻസർ വരുന്നില്ല. പുതിയതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സൈലൻസറാണ് ഈ കാണുന്നത്. അതിൻ്റെ നല്ല സ്പോർട്ടി ആയിട്ടുള്ള സൗണ്ടാണ്. വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കി. ഒരു 300-350 മീറ്റർ ജസ്റ്റ് ഒന്ന് അനക്കി നോക്കി. ക്ലച്ച് റിലീസ് സോഫ്റ്റായിട്ട് ക്ലച്ചാണ്. ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ തന്നെ നല്ല പവറാണ് ഫീൽ ചെയ്യുന്നത്. അത് ആ പുതിയ ഒരു എഞ്ചിൻ ടെക്നോളജി, ആ സ്പ്രിൻറ്റ് EBT എന്ന് പറഞ്ഞ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ബെനിഫിറ്റാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ റിയർ സസ്പെൻഷനാണ്. റിയർ സസ്പെൻഷൻ നമ്മുടെ TVS വണ്ടികളൊരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഷോവ ബ്രാൻഡിൻ്റെ 7 പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു മോണോഷോക്ക് സസ്പെൻഷനാണ് നമ്മുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. ഞാൻ റിയർ സൈഡ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്നുകൂടി ആഡ് ചെയ്തതാണ്. അപ്പോൾ വാഹനത്തിന് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് 1.31 നിങ്ങളുടെ ഒരു 10,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഫിനാൻസ് ഇട്ട് വണ്ടി റോഡിൽ ഇറക്കാവുന്നതാണ്. ഞാനപ്പോൾ ഡീലർഷിപ്പിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ ആവശ്യമുള്ളവരെ വിളിച്ചോളൂ. എക്സ്ചേഞ്ച് ഫിനാൻസിനുള്ള സപ്പോർട്ട് എല്ലാം അവർ ചെയ്തു തരുന്നതാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.